മോഹൻലാലിന്റെ 2 ചിത്രങ്ങളാണ് അടുത്തിടെ ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയത്. ഒന്ന് എമ്പുരാൻ എന്ന ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്ററായി മാറിയപ്പോൾ ഇപ്പോൾ തുടരും എന്ന ചിത്രം ബ്ലോക്ക് ബാസ്റ്ററിലേക്ക് കുതിച്ചു കഴിഞ്ഞു. എന്നാൽ എമ്പുരാൻ എന്ന ചിത്രം ഇത്രയും വലിയ കളക്ഷനും ബിസിനസ്സും ഒക്കെ ഉണ്ടാക്കി വേൾഡ് വൈഡിൽ തരംഗം സൃഷ്ടിച്ചപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ അതിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം സിനിമാക്കാർ പോലും എത്തിയില്ല എന്നത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വലിയ പ്രശംസകളോ ഒന്നും കിട്ടിയില്ല. അവരുടെ പോസ്റ്റുകളിൽ പോലും എമ്പുരാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരും എത്തിയില്ല. പക്ഷെ പ്രേക്ഷകർ നല്ലതുപോലെ എമ്പുരാനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന്റെ വിവാദങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഒരു സിനിമാക്കാരോ സിനിമാ പ്രവർത്തകരോ ഒന്നും എത്തിയില്ല എന്നത് കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു. എന്നാൽ ഇപ്പോൾ തുടരുമെന്ന ചിത്രം ഇത്ര വലിയ റെസ്പോൺസും പ്രേക്ഷകരുടെ ഇഷ്ടചിത്രവും മോഹൻലാലിനെ തിരിച്ചു കിട്ടിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ നിരവധി ടെക്നീഷ്യന്മാരും സംവിധായകരും ആക്ടേഴ്സും ഒക്കെ തുടരുമെന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് നമ്മൾ കണ്ടു. എമ്പുരാനെ പറയാത്തവർ പോലും തുടരുമെന്ന ചിത്രത്തെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് എത്തുന്നത്. ആ ഒരു വിരോധാഭാസം വലിയ രീതിയിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മോഹൻലാലിനെ വെച്ച് ഇതുപോലൊരു ചിത്രം ചെയ്യാൻ കുതിക്കുന്നവരാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്നത് എന്നതാണ് മറ്റൊരു അത്ഭുതം. റിലീസിന് പിന്നാലെ അതുപോലൊരു കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയ പല സംവിധായകരെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗംഭീര അഭിപ്രായമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി എത്തിയ തുടരും സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ മേക്കിങ്ങും മോഹൻലാലിന്റെ പെർഫോമൻസും എല്ലാം വലിയ കൈയടിയാണ് ഏറ്റുവാങ്ങുന്നത്. കെ.ആർ. സുനിലിന്റെ കഥയും തരുൺമൂർത്തിയോടൊപ്പം ചേർന്നെഴുതിയ തിരക്കഥയും ജേക്സ് ബിജോയുടെ മ്യൂസിക്കുമെല്ലാം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയെ പ്രശംസിച്ച് എത്തിയിരിക്കുന്നത് സംവിധായകൻ ജൂഡ് ആന്റണിയാണ്. സിനിമ കണ്ടിട്ട് മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ കൊതിയാകുന്നു, ഒരവസരം തനിക്ക് കൂടെ തരുമോ എന്നാണ് ജൂഡ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്നത്. ഉള്ളടക്കം തന്നെയാണ് മലയാള സിനിമയുടെ അംബാസഡർ എന്നും മോഹൻലാൽ ഇവിടെ തന്നെ തുടരുമെന്നും ജൂഡ് കുറിക്കുന്നുണ്ട്. മോഹൻലാൽ തുടരും, അതെ, ലാലേട്ടൻ ഇവിടെ തന്നെ തുടരും. അസാധ്യ ചിത്രം, എന്തൊരു ഫിലിം മേക്കറാണ് തരുൺമൂർത്തി താങ്കൾ. ഞാൻ നിങ്ങളുടെ ഫാനായി മാറിയിരിക്കുന്നു. കെ.ആർ. സുനിൽ ചേട്ട, ദൈവം തന്ന വരമാണ് നിങ്ങൾ. ജേക്സിന്റെ സംഗീതം, ഷാജി ചേട്ടന്റെ ക്യാമറ, വിഷ്ണുവിന്റെ സൗണ്ട് മിക്സിംഗ് എല്ലാം സൂപ്പർ. പ്രകാശ് വർമ്മ എന്റെ പൊന്നു ചേട്ട, ചേട്ടനാണ് ചേട്ടൻ. ബിനു ചേട്ടൻ, ശോഭന മാം, അങ്ങനെ അഭിനയിച്ചവരും പിന്നണിയിൽ പ്രവർത്തിച്ച ഓരോരുത്തരും അതിഗംഭീരം. രജപുത്ര രഞ്ജിത്ത് ഏട്ടനും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. മലയാള സിനിമയ്ക്ക് കണ്ടന്റ് തന്നെയാണ് അംബാസഡർ. ലാലേട്ട, ഇനി എനിക്കും കൂടെ ഒരു അവസരം താ, കൊതിയാകുന്നു. ജൂഡ് ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ സംവിധായകർ പോലും മോഹൻലാലിനെ വെച്ചൊരു സിനിമ എടുക്കാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അത് തന്നെയാണ് അണിയറയിലും നടക്കുന്നത് എന്നാണ് പറയേണ്ടത്. മോഹൻലാലിനെ വെച്ച് നിരവധി സംവിധായകർ ഒരു സിനിമ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. മോഹൻലാലിനോട് കഥകൾ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ മോഹൻലാൽ വളരെ ചൂസിയാകുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. മോഹൻലാലിന്റെ തിരഞ്ഞെടുപ്പുകളെ വിമർശിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു. എന്നാൽ ഇനി മോഹൻലാൽ തിരഞ്ഞെടുക്കുന്നത് മികച്ച തിരക്കഥകളായിരിക്കും, മികച്ച സിനിമകളായിരിക്കും എന്നതാണ്. എന്നാൽ അത് പ്രാബല്യത്തിൽ പ്രതിഫലിക്കുക 2 വർഷത്തിന് ശേഷമായിരിക്കും. കാരണം മോഹൻലാൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ആ ഒരു തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള ചിത്രങ്ങളാണെന്ന് പറയേണ്ടതുണ്ട്. കാരണം മോഹൻലാലിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ളതും ചില കമ്മിറ്റ്മെന്റുകൾ കൊണ്ടും വരുന്ന സിനിമകളൊക്കെയാണ്. അതിന് മികച്ച അഭിപ്രായം കിട്ടിയാൽ പോസിറ്റീവ്. അല്ലാതെ മോഹൻലാൽ ചൂസ് ചെയ്യുന്ന ഗംഭീരമായ ചില സിനിമകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അത് നമ്മൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ആ ലിസ്റ്റിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ജൂഡ് ആന്റണി പോലെയുള്ള ഗംഭീര സംവിധായകർ മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കാൻ വേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏറ്റവും ഉടനെ തന്നെ എത്താൻ പോകുന്നത് അമൽ നീരദ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രം തന്നെ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മോഹൻലാൽ അമൽ നീരദ് ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചാണ് ആരാധകർക്കും വലിയ രീതിയിലുള്ള ആകാംക്ഷ നിലനിൽക്കുന്നത്. ഈ ചിത്രം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 2025 പുതിയ റിപ്പോർട്ടുകൾ. ഉടനെ തന്നെ ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം എന്നാണ് പറയാൻ കഴിയുന്നത്. അതിനൊപ്പം ഈ ചിത്രത്തിൽ ഒരു ഇമ്പോർട്ടന്റ് റോളിൽ ഫഹദ് ഫാസിൽ എത്താനുള്ള സാധ്യത നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. ഫഹദ് ഫാസിലും മോഹൻലാലും അമൽ നീരദും ഒന്നിക്കാൻ പോകുന്ന സിനിമയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഫഹദ് ഫാസിൽ ബിസി ഷെഡ്യൂളുകൾ കാരണം ഇതിൽ നിന്നും ഔട്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. പകരം ഈ ചിത്രത്തിൽ ഒരു യങ് മോളിവുഡ് ഹീറോ വരാൻ പോകുന്നു എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നു. കൂടാതെ സൗബിൻ ഷാഹിറും ഈ ചിത്രത്തിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ ചെയ്യാൻ എത്തുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഫഹദ് ഫാസിലിന് ഓഫർ ചെയ്ത റോളാണ് മറ്റൊരു യങ് മോളിവുഡ് ഹീറോ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ലിറ്റിൽ സ്വയംപാണ് ഇതിന്റെ DOP കൈകാര്യം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഉടനെ തന്നെ ഈ ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. എന്തായാലും മോഹൻലാലിന്റെ വമ്പൻ തെരഞ്ഞെടുപ്പുകൾ മാറ്റത്തിനനുസരിച്ചുള്ള മോഹൻലാലിന്റെ മാറ്റം ഈ ചിത്രത്തിലൂടെയൊക്കെ പ്രതീക്ഷിക്കാം. അമൽ നീരദ് മോഹൻലാൽ പടം എന്തായാലും പ്രേക്ഷകർക്ക് ഏറ്റവും ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം ആരാധകർ വെയിറ്റ് ചെയ്യുന്ന അമൽ നീരദ് മോഹൻലാൽ കോംബോയ്ക്കൊപ്പം തന്നെ അവർ വെയിറ്റ് ചെയ്യുന്ന മറ്റൊരു കോമ്പിനേഷൻ കൂടി ഈ ചിത്രത്തിൽ സംഭവിക്കുന്നുണ്ട്. സുശീൽ ശ്യാം മോഹൻലാൽ കോമ്പിനേഷൻ. ഗംഭീര മ്യൂസിക് സുശീൽ ശ്യാമിന്റെ വക ഈ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസും അമൽ നീരദ് പ്രൊഡക്ഷനും ചേർന്നായിരിക്കും. വിൻസെന്റ് വടക്കനും അമൽ നീരദും ചേർന്നാണ് ഇതിന്റെ റൈറ്റിംഗ് നടത്തുന്നത്. പുതിയ അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നതും.